പരാജയം വിജയത്തിലേക്കുള്ള വഴി. പ്രിയ സഹോദരങ്ങളെ, സൺഡേ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്. അതാണ് സക്സസ്, അതാ വിജയം. പക്ഷേ വിജയം നേടാനുള്ള വഴിയിലല്ലെങ്കിൽ ആ യാത്രയിൽ നമ്മെ തടുത്തു നിർത്താൻ വരുന്ന ആദ്യത്തെ വലിയ പരീക്ഷ എന്ന് പറയുന്നത് പരാജയമാണ്. പലരും പരാജയം വന്നാൽ ആ യാത്ര അവിടെ നിർത്തിപ്പോകുന്നു. എന്നാൽ ചിലർ ആ പരാജയത്തെ പാഠമാക്കി മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം പരാജയം ഒരു തടസ്സമല്ല, അത് വിജയത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ്. എന്താണ് പരാജയത്തിൻ്റെ ഭയം? ഒരു ബിസിനസ് തുടങ്ങാൻ തയ്യാറാകുന്ന പലർക്കും ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് പരാജയത്തിൻ്റെ ഭയമാണ്. പണം നഷ്ടമാവുമോ? ജനങ്ങൾ എന്തു പറയും? എൻ്റെ തീരുമാനം തെറ്റിപ്പോകുമോ? ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പല സ്വപ്നങ്ങളും ജനിക്കാതെ തന്നെ മരിക്കുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഭയത്തിൻ്റെ മറുവശത്താണ് വളർച്ച അല്ലെങ്കിൽ വിജയം എന്നത്. ലോകത്തിൽ ഇന്ന് നാം കാണുന്ന വലിയ വിജയങ്ങൾ പരാജയത്തിൽ നിന്നുണ്ടായതാണെന്ന് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇന്ന് ലോകോത്തര ബ്രാൻഡായി മാറിയ സ്റ്റീവ് ജോബ്സ് സ്വന്തം കമ്പനിയായ ആപ്പിളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. പിന്നെയും അദ്ദേഹം തിരിച്ചെത്തി. ലോകത്തെ മാറ്റിമറിച്ച തോമസ് എഡിസൺ 1000 തവണ ബൾബുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ 1001ാമത്തെ ശ്രമത്തിൽ ലോകത്തെ അദ്ദേഹം പ്രകാശിപ്പിച്ചു. അതുപോലെ ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും കാണുന്ന KFCയുടെ കേണൽ സ്റ്റാൻഡേഴ്സ് 65 വയസ്സിൽ 1000 റെസ്റ്റോറൻറ്റുകളിൽ നിരസിക്കപ്പെട്ട ശേഷം മാത്രമാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ റെസിപ്പി അംഗീകരിക്കപ്പെട്ടത് എന്ന കാര്യം എത്ര പേർക്കാണ് അറിയുന്നത്? ഇവരെല്ലാം തന്നെ തെളിയിച്ചത് പരാജയം ഒരു അവസാനമല്ല, അത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ്. സോ ബിസിനസ്സിൽ പരാജയം വരുന്നത് സ്വാഭാവികം. നമ്മളൊരു പുതിയ ഉൽപ്പന്നം പുറത്തേക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വിറ്റുപോകാതെ വന്നേക്കാം. ഒരു പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഒരു സംരംഭം അത് പാളിപ്പോയേക്കാം. ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തി അത് ഫലമില്ലാതെ വന്നേക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ഓരോ പരാജയവും നമ്മെ വിപണിയിൽ കൂടുതൽ മനസ്സിലാക്കാൻ, ഉപഭോക്താവിനെ കൃത്യമായി മനസ്സിലാക്കാൻ, നമ്മുടെ തന്ത്രം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് വസ്തുത. അങ്ങനെ നമ്മൾ ആ പരാജയം വിശകലനം ചെയ്യാൻ തയ്യാറാകണം. അതിനെ മെച്ചപ്പെടുത്തി വിജയത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വിശാലമായ മനസ്സോടെ തുറന്ന് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2 ഒരു ഈഗോയും ഇല്ലാതെ നമുക്ക് സംഭവിച്ച തെറ്റുകൾ സമ്മതിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 3 അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം. സ്റ്റെപ്പ് 4 പഴയ തെറ്റ് ആവർത്തിക്കാതെ തന്നെ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നതാണ്. അതിന് നമ്മുടെ മാനസിക ശക്തി അല്ലെങ്കിൽ ഉറച്ച നിലപാടുള്ള മൈൻഡ് സെറ്റ് വിജയത്തിനുള്ള അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം. ഏതൊരു ബിസിനസ്സിലും പണം ഉണ്ടാക്കുന്നതിന് മുമ്പ് മാനസിക ശക്തി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നർത്ഥം. ബിസിനസ്സിൽ നഷ്ടം വന്നാലും ഹോപ്പ് നഷ്ടപ്പെടരുത്, വിമർശനം വന്നാലും ഫോക്കസ് നഷ്ടപ്പെടരുത്, സമയം കൂടുതൽ എടുക്കുമ്പോഴും പേഷ്യൻസ് നഷ്ടപ്പെടരുത് എന്നതും മുഖ്യമാണ്. നോക്കൂ, നിങ്ങൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന ചില ഉദാഹരണങ്ങൾ. വിജയ് ബാലൻ കേരളത്തിൽ ചെറിയൊരു ബേക്കറിയായി തുടങ്ങിയ വിജയ് ബേക്കറി ഇന്ന് ഇന്ത്യയിലെ പല നഗരങ്ങളിലും അറിയപ്പെടുന്ന ബേക്കറി ബ്രാൻഡായി നിൽക്കുന്നത്. ആദ്യകാലത്ത് ബാങ്ക് ലോൺ പോലും കിട്ടാതിരുന്നത് അദ്ദേഹം കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ജോയ് ആലുക്കാസ്. ഗൾഫിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. പക്ഷേ തിരിച്ചെത്തി സ്വർണ്ണ വ്യാപാരത്തിൽ ലോകമെമ്പാടുമുള്ള 200-ലധികം ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു. ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നെ ഫെയിൽ ഫാസ്റ്റ്, ലേൺ ഫാസ്റ്റർ എന്നത് ബിസിനസ് ലോകത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ബിസിനസ് ലോകത്ത് ആശങ്കകളോടെ കാത്തു നിൽക്കാതെ വേഗത്തിൽ പരീക്ഷിച്ച്, വേഗത്തിൽ തെറ്റുകൾ കണ്ടെത്തി, വേഗത്തിൽ പഠിക്കുക എന്നതാണ് വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യമെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഞാനൊരു സന്ദേശമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരാജയത്തെ ഭയപ്പെടരുത് എന്നാണ്. പരിശ്രമം നിർത്തരുത്, പഠിക്കുന്നത് നിർത്തരുത്. കാരണം ഓരോ പരാജയം നിങ്ങളെ വിജയത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നാഴികക്കല്ലായി മാറിയേക്കാം എന്നതാണ് ചരിത്രം. പ്രിയമുള്ളവരെ, ജീവിതത്തിലും ബിസിനസ്സിലും പരാജയം ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ തോറ്റാൽ അത് ലോകത്തിൻ്റെ അവസാനമല്ല, അത്
നിങ്ങളുടെ കഥയുടെ തുടക്കമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിജയചരിത്രം രചിക്കണം. അതിനാൽ വീണ്ടും ഞാൻ പറയുന്നു, പരാജയത്തെ ഒരിക്കലും പേടിക്കരുത്. അത് നിങ്ങളെ വിജയത്തിൻ്റെ വാതായനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു വഴിയാകും. അതുകൊണ്ട് പരാജയത്തോട് പൊരുതി നിങ്ങളുടെ ബിസിനസ്സിലും ജീവിതത്തിലും മികച്ച വിജയങ്ങൾ നേടുക. നന്ദി, നമസ്കാരം.